ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ +1 സെക്കൻഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 seconds. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഗിവൺ ഡാറ്റ എഴുതാന്നുള്ള. സോ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? യു എന്ന് പറയണത് യെസ് അതിൽ യു എന്ന് പറയണത് 54 km/h ആണ്. അപ്പോൾ km/h വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയണത് നിങ്ങൾ അതിനെന്തിലേക്ക് മാറ്റിയിരിക്കണം? m/s മാറ്റിയിരിക്കണം. ദാറ്റ് ഈസ് 54 × 5/18. 54 × 5/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 15 m/s എന്ന് കിട്ടും. സോ 15 m/s കിട്ടിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. ടൈം തന്നിട്ടുണ്ട് എത്ര സെക്കൻഡ്? 90 seconds എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് v - u / t. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കമ്മിങ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഗിവൺ ഡാറ്റിൽ ഒരാളും കൂടി എഴുതാനുണ്ട്. എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 0. സോ v - u 0 - 15 / 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? -15/90 m/s². മൈനസ് വരാൻ കാരണം കാർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. സോ നമുക്ക് ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും നമുക്കറിയാം. S = ഇക്വേഷൻ അറിയാം, ut + ½ at². ഇതാണ് നമ്മുടെ എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. സോ S = u എന്ന് പറയണത് 15 ആണെന്നറിയാം. സോ 15 × 90 + ½ × a എന്ന് പറയണത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടി? -15/90 × t² എന്ന് പറയുന്നത് ടൈമാണ്. ടൈം എത്ര കിട്ടിയിട്ടുണ്ട്? 90². സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 15 × 90 ചെയ്ത് കഴിഞ്ഞാൽ 1350. ഇവിടെ മൈനസ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ 1350 / 2 ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 675 മീറ്റർ ആണ് ഈ കാറ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഗിവൺ ഡാറ്റ എഴുതി കാര്യങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇക്വേഷനോ മോഷനോ അവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് സെറ്റായിട്ട് കൈ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അക്വയർഡ് എ സ്പീഡ് ഓഫ് 25 m/s in 10 seconds ആഫ്റ്റർ വിച്ച് ഇറ്റ് മെയിൻറ്റെയിൻസ് എ സ്പീഡ് ഫോർ 10 seconds. അതായത് ഒരു ഗ്രാഫ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് വരച്ച് നോക്കാം. നമുക്ക് ഒരു കാർ എന്താ ചെയ്തേക്കണേ? ഒരു യൂണിഫോം, അതായത് ആക്സിലറേഷനിൽ പോകുന്നു. കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് 25 m/s എന്ത് ചെയ്യുന്നുണ്ട്? 25 m/s 10 സെക്കൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ 25 m/s 10 സെക്കൻഡിൽ അറ്റൈൻ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേ? ആ 25 m/s മെയിൻറ്റെയിൻ ചെയ്തു. എത്ര സെക്കൻഡ്? 10 സെക്കൻഡ് വരെ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ ആണ്. സോ ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ആക്സിലറേഷൻ നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്താണ്. ഇവിടെ എന്തില്ല? വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത പൊസിഷനിൽ, അതായത് ഇവിടം തുടങ്ങിയുള്ള പൊസിഷനിൽ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. സോ നമ്മുടെ കേസ് എഗെയിൻ നമ്മുടെ സ്റ്റെപ്പ് ആലോചിക്കാം. എന്തൊക്കെയാണ്? എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി 25 m/s. എത്ര ടൈമിലാണ് പറഞ്ഞേക്കണേ? ടൈം 10 seconds. സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? A = v - u/t. എന്താണ് v? 25 - 0 / 10 ചെയ്ത് കഴിഞ്ഞാൽ 25 / 10 ദാറ്റ് ഈസ് 2.5 m/s². സോ ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് ദ ആക്സിലറേഷൻ. ഏത്? ഈ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഈ റീജിയനിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? S = ut + ½ at². u എന്ന് പറയുന്നത് നമ്മുടെ 0 ആണ്. അപ്പോൾ 0 × ടൈമിൻ്റെ ആവശ്യം അവിടെ ഇല്ല, പ്ലസ് ½ × a എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 2.5 അല്ലേ. ദാറ്റ് ഈസ് 25/10 ചെയ്താലും വലിയ വിഷയമില്ല.
കാൽക്കുലേറ്റർ എടുത്തില്ലെങ്കിൽ നമുക്ക് 25/10 ചെയ്യാം. ഇൻറ്റു ടൈം എന്ന് പറയണത് 10 സ്ക്വയർ ആണ്. അപ്പോൾ 10 സ്ക്വയറിലെ ഒരു 10ഉം ഒരു സ്ക്വയറും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 ഇൻറ്റു 25 ഇൻറ്റു 10. ഇനി ഈ 2 ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 5 കിട്ടും. സോ 25 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 125 മീറ്റർ. ഏത് ആ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ്, ആ ഷെയ്ഡ് ചെയ്ത ഈ റീജിയൻ, ട്രയാങ്കിളിന്റെ റീജിയൻ അത് ട്രാവൽ ചെയ്തത് 125 മീറ്റർ ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് കൂടാതെ യൂണിഫോം വെലോസിറ്റി ട്രാവൽ ചെയ്ത ഈ സെക്കൻഡ് പോർഷൻ എന്തുണ്ട്? അവിടെ ഡിസ്റ്റൻസ് എന്താണ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് 10 സെക്കൻഡിനാണ്. സോ നമുക്ക് അവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ആ സെക്കൻഡ് പോർഷനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എത്രയാണ്? 25 ഇൻറ്റു 10. എത്ര കിട്ടിയ ആൻസർ? 250 മീറ്റർ എന്ന് ഫൈനൽ ആൻസർ അവിടെ കിട്ടും. സോ നമുക്ക് ആ സെക്കൻഡ് പോർഷനിലെ ഡിസ്റ്റൻസ് എത്ര? 250 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കണേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച ആക്സിലറേഷനിലെ പോർഷനിൽ 125 ചെയ്യണം. അതുകൂടാതെ എന്ത് വേണം? 250 കൂടെ ചെയ്യണം. സോ ആൻസർ 375 മീറ്റർ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ഒരുപാട് തവണ ചോദിച്ചേക്കണ ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാം, ഇല്ലാതെയും ചെയ്യാം. സോ ഗിവൺ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലം നമ്മുടെ കയ്യിലെടുക്കും. ഓക്കെ അല്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫിഗർ ഷോൺ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ, ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. സിമ്പിൾ, പക്ഷേ ഒരുപാട് തവണ ചോദിച്ചേക്കണം, റിപ്പീറ്റഡ് ചോദ്യം തന്നെയാണ്. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ് എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ഗ്രാഫിന് താഴത്തേക്ക് ഒന്ന് പ്ലോട്ട് ചെയ്യുക. സോ ഈ 5 സെക്കൻഡ് ഓൾറെഡി ഉണ്ട്. 5നെ ഞാൻ ഡോട്ടായിട്ട് വരച്ചു. 5 സെക്കൻഡ് ഞാൻ ഇവിടെ നിർത്തി. ഇനി ഇവിടെ 15 ഉണ്ട്. എഗെയിൻ അവിടെ 15, താഴെ 15 ചേർത്തു. ഇനിയുള്ളത് 20 സെക്കൻഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 20 സെക്കൻഡിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ 2 സെക്ഷനിലുണ്ട്. ഒന്ന് യൂണിഫോം ആയിട്ട് പോകുന്ന ഏരിയ, പൊസിഷൻ സെയിം ആണ്, പിന്നെ തിരിച്ചു വരുന്ന ഏരിയ. ഈ 3 ഏരിയയിൽ 3 ലൈനുകൾ ഉണ്ട് അല്ലേ? ആ 3 ലൈനുകൾ നമ്മൾ വരയ്ക്കേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫിലാണ്. സോ നമ്മുടെ ഗ്രാഫിൽ ഫസ്റ്റ് വൺ, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഗ്രാഫ് ഈസ് എ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 പൊസിഷനിൽ 5 സെക്കൻഡ് കൊണ്ട്. സോ നമുക്കവിടെ കിട്ടും 10 ഡിവൈഡ് ബൈ 5 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് ഇവിടെ വരും. ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് ഗ്രാഫ് കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ ആണോ? ഇങ്ങനെ തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ മക്കളെ ശ്രദ്ധിക്കുക, പൊസിഷൻ 10 മീറ്റർ തന്നെയാണ്. എവിടം തുടങ്ങി? 5 സെക്കൻഡ് തുടങ്ങി 15 സെക്കൻഡ് വരെ അവിടെ എന്തില്ല? അവിടെ പൊസിഷൻ സെയിം തന്നെയാണ്, അതായത് അനങ്ങുന്നില്ല. വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ വരും 5 to 10 0 വരും. ഓക്കെ ആണോ? ഇനി അടുത്ത സെക്ഷൻ, ഇവിടെ വെലോസിറ്റി എന്താണ്? യൂണിഫോം. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫാണ്, കാരണം സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സോ ഗ്രാഫ് ഇവിടെ കിട്ടിയ വാല്യൂ ഇല്ലേ, ഫസ്റ്റ് സെക്ഷനിലും സെക്കൻഡ് സെക്ഷൻ തേർഡ് സെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ കിട്ടിയ പോസിറ്റീവ് വാല്യൂവിൻ്റെ നെഗറ്റീവ് ആയിരിക്കും എവിടെ വരണം? തേർഡ് സെക്ഷൻ വരുന്നത്. സോ അവിടെ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ -2 മീറ്റർ പെർ സെക്കൻഡ് ചേർക്കുക. സോ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും -2. സോ ഈ പൊസിഷനിലെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും. സോ ഫസ്റ്റ് റെക്റ്റാങ്കിള്, ദെൻ 0, ദെൻ സെക്കൻഡ് റെക്റ്റാങ്കിൾ, ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ്, തേർഡ് പോർഷൻ. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? സോ ഗ്രാഫ് ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറയാറുണ്ട്. ഇനി ചോദ്യം ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സെക്കൻഡിൽ എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെയും സെക്കൻഡ് പൊസിഷനിലെയും തേർഡ് പൊസിഷനിലെയും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് സെക്കൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഏരിയ? ഏരിയ അണ്ടർ VT ഗ്രാഫ്, വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യുക. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 2 ഇൻറ്റു എത്രയാ? 5. ആൻസർ 10 മീറ്റർ. ഇനി സെക്കൻഡ് 5 to 15 അവിടെ എന്തില്ല? നോ ഡിസ്പ്ലേസ്മെൻറ്റ്.
ഇനിയുള്ളത് തേർഡ് സെക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സെക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. എഗെയിൻ അവിടെ വെലോസിറ്റി -2 ആണ്. സോ 50 × 20 എത്ര കിട്ടി? 5. വെലോസിറ്റി മൈനസ് എടുക്കാൻ കാരണം വെലോസിറ്റി വെക്ടർ ആണ്. അപ്പോൾ -2 × 5 -10 മീറ്റർ. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ ആൻസർ 10. സെക്കൻഡ് സ്പേസിൽ 0. ഇനി തേർഡിൽ -10 മീറ്റർ. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടി? 0 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകാം, ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആവാം, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആവാം. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ. So next question എന്ന് പറയുന്നത് an object released near the surface of the earth is said to be in a free fall. Free fall definition അത് തന്നെയാണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ക്ലൂസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഫ്രീ ഫോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. പറയേണ്ട കാര്യമില്ല മക്കളെ, എത്ര ബോഡി ഫ്രീയിൽ താഴോട്ട് വീണ് കഴിഞ്ഞാലും ഇവിടെ വീണ് കഴിഞ്ഞാലും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 9.81, ഇവിടെ വീണ് കഴിഞ്ഞാലും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 9.81. ആക്സിലറേഷൻ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് പറയാം. അതുകൂടാണ്ട് ഇതിൻ്റെ ഗ്രാഫും വരയ്ക്കാൻ വരാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രാഫ് നമുക്ക് വരുന്നുണ്ട്, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ എന്താണ്? യെസ്, സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദി ടൈം ആക്സിസ് ആണ്. ഇങ്ങനെ തന്നെ MCQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദി ടൈം ആക്സിസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. എന്ത്? ഫ്രീ ഫോളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫും വരയ്ക്കാൻ വരാറുണ്ട്. സോ ഫ്രീ ഫോൾ ഈസ് ആൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫ്രീ ഫോൾ. ഒരുപാട് തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണിത്. ഫ്രീ ഫോൾ കണ്ട മാർച്ച് 2019 അതിൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് 3 ഗ്രാഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാ? പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. 3 ഗ്രാഫുകൾ നമ്മൾ പ്ലോട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിൽ നമുക്ക് പറയുന്ന ഫസ്റ്റ് ഗ്രാഫ് S is equal to ut plus half at². അല്ലേ? ഫ്രീ ഫോൾ താഴത്തോട്ട് വീഴുന്ന കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ നമുക്ക് കിട്ടും S is equal to half. A എന്ന് പറയണത് എന്താണ്? A എന്ന് പറയണത് gt², ഹാഫ് gt² എന്ന് പറഞ്ഞാൽ പൊസിഷന് ടൈമിൻ്റെ സ്ക്വയർ ആണ്. അപ്പം നമ്മുടെ ഗ്രാഫ് വരുന്നത് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് എന്ത് പറയണം? പരാബോള ഷേപ്പ്. സോ നമ്മുടെ ഗ്രാഫ് എന്ന് പറയണത് ഒന്നില്ലെങ്കിൽ ഇതിങ്ങനെ വരും, അതായത് ഇത് നെഗറ്റീവ് y ആക്സിസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ, ഇത് ടൈം. അപ്പോൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പരാബോളയുടെ ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ ആണോ പറഞ്ഞത്? ഇങ്ങനെ കൂടാതെ വരയ്ക്കാൻ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ വരും. അത് വരുന്നത് ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. കാരണം അവിടെ മൈനസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൈനസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തോട്ട് വരുന്നത് നെഗറ്റീവ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് താഴത്തോട്ടാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രാഫ്. 2 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള -y ഡയറക്ഷനിൽ ഇങ്ങനെയും ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ ആണല്ലോ? ഇനിയുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? v is equal to u plus at, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ വെലോസിറ്റി ആദ്യം വരയ്ക്കാം. 2 രീതിയിലും വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഇക്വേഷൻ എന്താ? v is equal to u plus at. സോ വെലോസിറ്റി is equal to u plus at എന്ന് പറഞ്ഞാൽ u ഓൾറെഡി 0 ആണ്. സോ v is equal to at. a എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കൊടുക്കാം? gt ആയിട്ട് കൊടുക്കാം. g എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എഴുതാം v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടൈം ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ താഴത്തോട്ടാണ് വരുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി നെഗറ്റീവ് ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം 9.8 ആണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് സെയിം ആയിട്ട് ഇവിടെ വെലോസിറ്റി വരെ ഇവിടെ ടൈം വരും. സോ ഇവിടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 9.8 m/s². അല്ലെങ്കിൽ ഫ്രീ ഫോളിൻ്റെ കേസ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, താഴത്തോട്ട് വരുന്ന കേസിൽ 9.8 എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഗ്രാഫ് ഈ 2 രീതിയിലും ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം വന്നേക്കുന്നത് ഇതാണ്,
അതിൽ എന്താ എ ബോൾ ഇസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second from the top of a building. The height of the point from where the ball is thrown is 25 meter from the ground. How high will the ball rise? അതായത് ഒരു ബിൽഡിംഗ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ബിൽഡിങ്ങിൽ നിന്നും എത്ര, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 മീറ്റർ. ആ 25 മീറ്ററിൽ നിന്നും ഞാൻ ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ ഒരു കല്ല് മേളിലേക്ക് എറിഞ്ഞു. ആ കല്ല് മേളിലേക്ക് എറിഞ്ഞ കല്ല് മേലോട്ട് പോകോ? ഇല്ല. കല്ലെന്താ ചെയ്യണേ? ഒരു ഹൈറ്റിൽ നിന്നും താഴത്തോട്ട് അതെന്ത് ചെയ്യും? ഗ്രൗണ്ടിലെത്തും. അപ്പോൾ രണ്ട് കേസ് ഉണ്ട് ഇതിൽ പറഞ്ഞേക്കണേ. അപ്പോൾ എത്ര ഹൈയിലാണ് ആ ബോൾ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് എറിഞ്ഞിട്ട് ആ ഹൈറ്റിൽ എത്തണത്, അതാണ് ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ലോങ് വിൽ ഇറ്റ് ബിഫോർ ദ ബോൾ ഹിറ്റ് ദ ഗ്രൗണ്ട്, അതായത് എത്ര ഇതെടുക്കും, എത്ര ഡിസ്റ്റൻസ്, എത്ര ടൈം എടുക്കുന്നു ഇതിൽ ചോദ്യം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര ഡിസ്പ്ലേസ്മെന്റ്, എത്ര ഹൈറ്റിലാണ് ബോൾ മേളിലോട്ട് റീച്ച് ചെയ്യുന്ന ചോദ്യം. അതിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ആ ഇക്വേഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബോഡി വി എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ അവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 സ്ക്വയർ. എത്ര വെലോസിറ്റിയിലാണ് ബോൾ മേലോട്ട് എറിയണത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 20 meter per second എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ 20 സ്ക്വയർ പ്ലസ്, ഇനി ശ്രദ്ധിക്കുക, 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ മേലോട്ടാണ് റൈസ് ചെയ്യണമെങ്കിൽ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് എയുടെ വാല്യൂ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് 9.8 ആണ്. കുഴപ്പമില്ല, 10 നിർത്താലും കുഴപ്പമില്ല ക്വസ്റ്റ്യൻ, കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് 10 meter per second ഒന്ന് എടുക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അവിടെ? -10 ഇൻറ്റു 2 എന്ത് വരും? ഇൻറ്റു എസ്. ഓക്കെ അല്ലേ? അപ്പോൾ -2 ഇൻറ്റു 10 ഇൻറ്റു എസ്, -2 ഇൻറ്റു 10 ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20s. അത് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇപ്പുറത്തേക്ക് എടുത്താൽ പോസിറ്റീവായിട്ട് മാറും. പിന്നെ ഉള്ളത് 20 സ്ക്വയർ. സോ എസ് എത്ര കിട്ടി? 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ. എത്ര കിട്ടി? 20 മീറ്റർ എന്ന് നമുക്ക് ഫൈനൽ 20 മീറ്റർ എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ എത്ര ഹൈറ്റിലാണ് ഇത് പോയത് നമുക്കവിടെ റീച്ച് ചെയ്യാൻ പറ്റും. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മേളിലേക്ക് എടുക്കുന്ന ടൈമും താഴേക്ക് റീച്ച് ചെയ്യുന്ന ടൈം അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെക്ഷൻ മേളിലോട്ട് പോവുക, സെക്കൻഡ് സെക്ഷൻ താഴത്തോട്ട് വരിക. അപ്പോൾ എത്ര ടൈം വേണം അവിടെ എത്താനായിട്ട്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് എത്ര ഹൈറ്റിൽ എത്തി, എത്ര ഹൈറ്റ്? 20 മീറ്റർ ഹൈറ്റിലെത്തി. അത് എത്ര ടൈം ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്കറിയാം. v = u + at, ഡൗട്ടില്ല. സോ നമ്മൾ അവിടുത്തെ ഇക്വേഷൻ എഴുതാം. t = v - u ഡിവൈഡഡ് ബൈ a. എന്താണ് v? മാക്സിമം ഹൈറ്റിൽ v 0. ഇനി -u എന്ന് പറഞ്ഞാൽ 20, a എന്ന് പറഞ്ഞാൽ -10. സോ ആൻസർ -20 - 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് എന്ന് ആൻസർ നമുക്കവിടെ കിട്ടും. ഇനിയുള്ളത് നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ബോൾ ഇപ്പോൾ മേളിലാണ്, ഹൈറ്റിൽ നിന്ന് പിന്നെ താഴേക്ക് തിരിച്ചു വരും. സോ മേളിലോട്ട് ഇത്രയും ഡിസ്റ്റൻസ് നമുക്കറിയാം 20 മീറ്റർ ആണ്. ബാക്കി എത്രയാ? 25 മീറ്റർ. മൊത്തം എത്ര ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് റീച്ച് ചെയ്യാനായിട്ട്? 45 മീറ്റർ അവിടെ വേണം. അപ്പോൾ 45 മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം S = 45 മീറ്റർ. സോ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് S = ut + ½ at സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മാക്സിമം ഹൈറ്റിൽ ബോൾ താഴത്തോട്ടാണ് വീഴുന്നതെങ്കിൽ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി S0 × t + ½ ശ്രദ്ധിക്കുക, ഗ്രാവിറ്റി താഴത്തോട്ടാണ്, ബോൾ താഴത്തോട്ടാണ് വീഴുന്നത്. രണ്ടാമത്തെ കേസായിട്ട് എടുത്തേക്കണേ. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ അവിടെ 10 എന്ന് കൊടുക്കുക. ആൻസർ അവിടെ t². സോ നമുക്കവിടെ ആൻസർ എത്ര കിട്ടും? S = ½ S എന്ന് പറഞ്ഞാൽ 45 ആണ്, അത് കൊടുക്കാൻ മറക്കരുത്. ½ × 10 × t². സോ 25 വരും. സോ t² എന്ന് പറഞ്ഞാൽ 45 ഡിവൈഡ് ബൈ 5, ആൻസർ 9. ഇനി t എത്ര കിട്ടി? √9 എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. എപ്പോഴാണ് 3 സെക്കൻഡ് കിട്ടണേ? താഴത്തോട്ട് റീച്ച് ചെയ്യാൻ. ഓൾറെഡി മേളിലേക്ക് റീച്ച് ചെയ്യുന്ന ടൈം എത്ര? 2 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ
2 സെക്കൻഡ്. മാക്സിമം ഹൈറ്റ് എത്താനായിട്ട് അവിടെ നിന്ന് താഴേക്ക് റീച്ച് ചെയ്യാനായിട്ട് 3 സെക്കൻഡ്. സോ ടോട്ടൽ സെക്കൻഡ് 5 സെക്കൻഡ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത മെറ്റീരിയൽ ഉണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ.